ജീവിതത്തിൽ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ എനിക്ക് ഫിയറാണ്. കാരണം ഫ്ലൈറ്റ് തകർന്നു പോയാൽ എൻ്റെ ജീവിതം പോകില്ലെന്ന് നമുക്ക് ഫിയർ വന്നാൽ നമ്മൾ ആ റിസ്ക് എടുക്കില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ പാളം തെറ്റി ഞാൻ മരിച്ചു പോയാലെന്ന് പേടിച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. കുക്കറിൽ ഇത് വെക്കുമ്പോൾ കുക്കർ പൊട്ടിച്ചാലെന്ന് പറഞ്ഞാൽ കുക്കർ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴും അവിടെ നമുക്ക് ആ റിസ്ക് എടുക്കാണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനും നേരിടാനുള്ള റിസ്ക് എടുക്കാനുള്ള മൈൻഡ് നമുക്ക് ഉണ്ടാകും. അത് എന്തും ആയിക്കോട്ടെ, അതിൻ്റെ മറുവശം എന്തായാലും നമ്മൾ അതിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാണ്. അതാണ് റിസ്ക് എടുക്കാനുള്ള മൈൻഡ്. അപ്പം നാലാമത്താണ് ഈ മൈൻഡ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം എനിക്കുണ്ട്. റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ട്, പങ്ക്ച്വലാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുണ്ട്. പക്ഷെ ഒരു പണിക്കും പോകില്ല, വീട്ടിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഞാനൊന്നും ചെയ്യൂല. ഇതെല്ലാം എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഇതൊന്നും നടക്കില്ല. പരിശ്രമിക്കാനുള്ള മൈൻഡ് ഉണ്ടാണ്. അതാണ് അഞ്ചാമത്തെ. നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഫെയിലിയർ ആവും. വീണ്ടും പരിശ്രമിക്കണം, ഫെയിലിയർ ആവും. അതായത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്നത് 1999 തവണ ശ്രമിച്ചിട്ടും ബൾബ് കത്തിയില്ല. 2000 ഏകദേശം അതാണെന്ന് എനിക്ക് തോന്നണം. 2000ത്തെ തവണ പരിശ്രമിച്ച ബൾബ് കത്തി എന്ന് പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിലോട്ട് എത്തുന്നത് വരെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും ശ്രമിക്കാൻ പരാജയപ്പെടരുത്. ശ്രമിക്കാൻ പരാജയപ്പെടരുത്. ഈ 5 കാര്യങ്ങളാണ് കുറുക്കു വഴി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതൊരു കുറുക്കു വഴിയല്ല, ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള വഴി തന്നെയാണ്. ഇത് ആർജിക്കാൻ പറ്റിയ ഒരാൾ വേറെ എങ്ങും പോകണ്ട, അവൻ സക്സസ് ആയിരിക്കും.